നമ്മൾ സാധാരണ ചില്ലി ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ടല്ലേ? എങ്കിൽ ഇന്നൊരു വെറൈറ്റിക്ക് മുട്ട വെച്ച് ചില്ലി എഗ് ആയാലോ? അപ്പോൾ ആദ്യം 3 മുട്ട ഞാനിതിന് വേണ്ടി എടുക്കുന്നുണ്ട്. 3 മുട്ട പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് എല്ലാം ഉപ്പും എല്ലാം കൂടെ അതിനകത്ത് പിടിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഈ മുട്ട ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വലിയ കൂടുതൽ കാര്യങ്ങളൊന്നുമല്ല. ആദ്യം 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായ സമയത്ത് നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഏകദേശം നമ്മുടെ മുട്ടയുടെ ആ ഒരു പകുതിയൊക്കെ കുറച്ച് വേവായി വരുന്ന സമയത്ത് നമ്മൾ പോലെ ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ ബാക്കി കിടക്കുന്ന ആ ഒരു സംഭവങ്ങളും കൂടെ ഇനി താഴോട്ട് വരും. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അത് അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ എനിക്ക് കൂടുതലും വന്നില്ല, കുറച്ചധികം വേവായിപ്പോയി. ഇതേപോലെ ആ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ആക്കിയാൽ മതി. നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അതല്ല തിരിച്ചും മറിച്ചും ഇട്ട് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മുട്ടയ്ക്കൊരു നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുക. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. നമ്മൾ ചിക്കി തോത്തത്തില്ലേ, ആ ഒരു പീസല്ല, അതിനെക്കാട്ടും കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ തന്നെയല്ല എടുക്കുന്നത്, തിരിച്ചിട്ട് നമ്മൾ വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പം തിരിച്ചിട്ടും കൂടെ വേവിച്ചെടുക്കുക. തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കും. അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇതെല്ലാം ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, വെജിറ്റബിൾ ഓയിലാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മൾ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, അരമുറി ക്യാപ്സിക്കമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഈ ഒരു സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അതേപോലെ സവാള, അതും അരമുറി സവാള മാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വിടർത്തി എടുത്താലാണ് ഈ ഒരു ചില്ലി ചിക്കൻ ആയാലും ചില്ലി എഗ്ഗിനാണെങ്കിലും ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് സോസസ് ചേർക്കുകയാണ്. ആദ്യം ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് സോയാ സോസാണ് ചേർക്കുന്നത്. സോയാ സോസിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിഷ് തന്നെ കൊളായിപ്പോവും. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ സോയ സോസ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു നമ്മുടെ സോസുകളും ഒരു വെജിറ്റബിൾസും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ നല്ലതുപോലെ പിടിച്ചു വരട്ടെ. ഇനി നമ്മൾ കുറച്ചും കൂടെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പിടിച്ചു വരാൻ വേണ്ടി ആദ്യം നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് എരിക്ക് വേണ്ടി. പച്ചമുളക് നമ്മൾ 2 എണ്ണമല്ലേ ചേർത്തോളൂ. അപ്പോൾ കുറച്ചും കൂടെ എരിക്ക് വേണ്ടി കുരുമുളക് 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ 1/4 കപ്പ് അളവിൽ വെള്ളമാണ്. ആ വെള്ളത്തിൽ കിടന്ന് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സോസുകളും എല്ലാം ഒക്കെ അതിലേക്ക് നല്ലതുപോലെ പിടിച്ച് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കോൺഫ്ലവറിൻ്റെ മിക്സാണ്. 1 ടീസ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു തിക്ക് ബാറ്റർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തിക്കായി വരും. നമ്മുടെ മുട്ടയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു മിനിറ്റ് നേരം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കാരണം മുട്ടയിൽ നമ്മുടെ ഈ സോസസ് എല്ലാം പിടിച്ച് വരണമല്ലോ. അധികം സമയമൊന്നും ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില്ലി ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നൊരു ഡിഷാണ്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഈ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് ഗാർണിഷിന് വേണ്ടി ഞാൻ കുറച്ച് വെളുത്തെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.